നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. സർ, ചാർലി കിർക്ക്, 31 വയസ്സുകാരനായ ചാർലി കിർക്ക് ഈ വലതുപക്ഷ ആക്ടിവിസ്റ്റ് എന്നും ട്രംപ് ഭക്തനെന്നും ട്രംപ് അനുഭാവി എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും തൻ്റെ ആശയങ്ങൾ അമേരിക്കൻ ജനതയിലേക്ക് പുറത്തുവിടുമ്പോൾ, തൻ്റെ ആശയങ്ങളൊക്കെ പ്രചരിപ്പിക്കുമ്പോൾ ഒരുപക്ഷെ അത് അമേരിക്കൻ ജനത ഏറ്റെടുക്കുകയായിരുന്നു. അതാണ് ഇന്ന് ചാർലിയുടെ മരണത്തിൽ ഒരുപക്ഷെ അമേരിക്കൻ ജനം മുഴുവനും വേദനയോടെ നോക്കിക്കാണുന്നത്. ഈ ആശയങ്ങൾ പ്രചരിപ്പിച്ചതുകൊണ്ടാണോ, എന്താണ് ഇവിടെ ഒരു മരണം സംഭവിച്ചതെന്ന് ഇപ്പോഴും അവ്യക്തമാണ്. ഘാതകൻ ആരാണെന്നുള്ളത് ഒരുപക്ഷെ ട്രംപ് ഭരണകൂടം കണ്ടെത്താൻ ശ്രമിക്കുന്നുണ്ട്. 24 മണിക്കൂർ കഴിഞ്ഞിട്ടും കണ്ടെത്താനാവാതെ നിൽക്കുന്നുണ്ട്. ഇതിനു മുന്നേയുള്ള പല സംഭവങ്ങളും പല നേതാക്കന്മാരുടെ കാര്യവും ഇത്തരത്തിൽ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്രത്യക്ഷമാകുമോ ഈ ഘാതകൻ്റെ കാര്യം? അമേരിക്കൻ സൊസൈറ്റിയെക്കുറിച്ച് പൊതുവെ പറയുന്നത് ഓപ്പൺ സൊസൈറ്റി, ട്രാൻസ്പെറൻറ്റ് സൊസൈറ്റി. വളരെ സുതാര്യമായ ഒരു സംവിധാനത്തിൽ ദുരൂഹതകൾ ചൂഴ്ന്നു നിൽക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. ദിസ് ഈസ് സം കൈൻഡ് ഓഫ് എ പൊളിറ്റിക്കൽ സിവിലൈസേഷണൽ മർഡർ. ഒരിക്കലും ഒരു വ്യക്തിവിരോധമായിരിക്കാനുള്ള സാധ്യത കുറവാണ്. കിർക്ക് പ്രതിനിധാനം ചെയ്യുന്ന ഒരു ചിന്താ സരണി, ഒരു ചിന്താധാര, അതൊരു റൈറ്റ് വിങ് കൺസർവേറ്റീവ് സ്പേസാണ്. അമേരിക്ക ഫോർ ദ വൈറ്റ്സ്. അപ്പോൾ അതൊരു കൺസർവേറ്റീവ് ചിന്തയാണ്. കടന്നു വരുന്ന ബ്ലാക്ക്സ് ആൻഡ് കളേർഡ് ആൻഡ് ഇന്ത്യൻസ്, കുടിയേറ്റ വിരുദ്ധതയുടെ ഒരു റിഫൈൻഡ് ഫോം എന്ന് വേണമെങ്കിൽ പറയാം. അത് ആർട്ടിക്കുലേറ്റ് ചെയ്യാനായി വർഷങ്ങളായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു 18 വയസ്സ് മുതൽ ചാർലി കിർക്ക് അത് ശ്രമിക്കുന്നു. അദ്ദേഹത്തിന് ആരാധകരുള്ളതുപോലെ തന്നെ വിമർശകരും ശത്രുക്കളും ഉണ്ട് എന്നതും പരസ്യമായ രഹസ്യമാണ്. ഡൊണാൾഡ് ട്രംപ് 2016 തൻ്റെ പടയോട്ടം തുടങ്ങുന്ന സമയത്ത്, അതാണ് ആദ്യ ഊഴം, അതിനു മുമ്പ് ആദ്യ ഊഴത്തിൽ അത് തുടങ്ങുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യണമായിരുന്നു. റൈറ്റ് വിങ് സ്പേസ് ക്രിയേറ്റ് ചെയ്യണമായിരുന്നു. അത് ക്രിയേറ്റ് ചെയ്യുന്നതിൽ അന്ന് വളരെ ചെറുപ്പമായിരുന്ന ചാർലി കിർക്കിൻ്റെ ആശയങ്ങൾ ഉൾപ്പെടെ പ്രയോജനപ്പെട്ടു. അദ്ദേഹം ടെലിവിഷൻ ഷോകൾ, ഓൺലൈൻ മാധ്യമങ്ങളിൽ വൻപൻ ഫോളോയിങ് ഉള്ള ഒരാൾ. അദ്ദേഹം കൊണ്ടുവരുന്ന ആശയമനുസരിച്ച് അമേരിക്കയുടെ പതനത്തിന് കാരണം കടന്നു വരുന്ന ആളുകളാണ്. ആദ്യം കടന്നു വന്ന യൂറോപ്യൻസാണ് യഥാർത്ഥത്തിൽ അമേരിക്കയെ സൃഷ്ടിച്ചത്. പിന്നീട് കടന്നു വരുന്നവർ അമേരിക്കയ്ക്ക് ഒരു ബാധ്യതയാണ് എന്ന രീതിയിലാണ്. അതിനൊരുപാട് ടേക്കേഴ്സ് ഉണ്ട്. കാരണം വൈറ്റ് അമേരിക്കൻസിൻ്റെ ഒരു നല്ല പങ്ക് ഇന്ന് മധ്യവർഗമാണ്, അല്ലെങ്കിൽ താഴേക്ക് പിന്തള്ളപ്പെടുന്നു. കടന്നു വരുന്ന ഇന്ത്യൻ ആൻഡ് കളേർഡ് ആൻഡ് ചൈനീസ് ആൻഡ് ആഫ്രിക്കൻ വംശജർ പലപ്പോഴും ഉന്നത ഉദ്യോഗങ്ങളിൽ എത്തിപ്പെടുന്നു. ഇതിനെതിരെയുള്ള ഒരു സ്വാഭാവിക റിയാക്ഷൻ അത് ഇദ്ദേഹത്തിൻ്റെ പ്രവർത്തനം കൊണ്ട് വളരെയധികം ഉദ്ദീപിപ്പിക്കപ്പെടുന്നു. ഇത് ട്രംപിൻ്റെ വോട്ട് ബാങ്കായി ആത്യന്തികമായി മാറുകയാണ്. ആദ്യ തിരഞ്ഞെടുപ്പിൽ ട്രംപിന് അതിന് പ്രയോജനം ലഭിച്ചു. പിന്നീട് ട്രംപ് മിസ്ഡ് ഔട്ട് നാരോലി എഗൈൻസ്റ്റ് ജോ ബൈഡൻ. അടുത്ത തിരഞ്ഞെടുപ്പിൽ ട്രംപ് തരംഗം തന്നെ ഉണ്ടായി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് 2024 തിരഞ്ഞെടുപ്പിൽ. അങ്ങനെ ഡൊണാൾഡ് ട്രംപിൻ്റെ വലിയ ഒരു പിന്തുണക്കാരനായി വരികയാണ് ചാർലി കിർക്ക്. അപ്പം അദ്ദേഹം വധിക്കപ്പെടേണ്ടത് ആരുടെ ആഗ്രഹം? സ്വാഭാവികമായി അത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടുകളോട് വിയോജിപ്പുള്ളവർ. ഇവിടെയാണ് ട്വിസ്റ്റ്. അവർ കൊല്ലാനുള്ള സാധ്യത വളരെ കുറവാണ്. സംശയത്തിൻ്റെ മുനകൾ നേരെ കടന്നു വരുന്ന അവരിലേക്കാണ്. അങ്ങനെയെങ്കിൽ ഒരു വംശവെറിയുടെ പെർമനൻ്റായ ഒരു വംശവെറി ഉണ്ടാകാനുള്ള ഒരു പ്ലോട്ടാണ്. ഇങ്ങനെ ഒരാളെ കാലപുരിക്ക് അയക്കുകയാണെങ്കിൽ ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ബ്ലാക്ക് അമേരിക്കൻസിനെതിരെ, ഇന്ത്യൻസിനെതിരെ, കുടിയേറ്റക്കാർക്കെതിരെ ശക്തമായ ഒരു വികാരം വൈറ്റ് അമേരിക്കൻ പോപ്പുലേഷൻ്റെ ഇടയിൽ ഉണ്ടാകും എന്ന് നിരീക്ഷിക്കാൻ കഴിയുന്ന ബുദ്ധിമാന്മാരായ തന്ത്രശാലികളായ ചിലർ, അവരുടെ കരങ്ങളുണ്ടോ? കു ക്ലക്സ് ക്ലാൻ്റെ കരങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടോ? അല്ലെങ്കിൽ മറ്റ് ഡോട്ട് ബസ്റ്റേഴ്സിൻ്റെ കരങ്ങൾ ഇതിന് പിന്നിലുണ്ടോ? ഏതെങ്കിലും രഹസ്യ സംഘടനകൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടോ? അതോ ഒരു കൺസർവേറ്റീവ് അമേരിക്കൻസ് പ്ലോട്ട് ചെയ്തതിൻ്റെ ഭാഗമായി സംഭവിച്ചതാണോ? അതോ സ്വാഭാവികമായി വരുന്നത് പോലെ ഈ ഒരു ബ്ലാക്ക് ഓർ കളേർഡ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആശയത്തോട് വിയോജിപ്പുള്ള ആരെങ്കിലും ചെയ്തതാണോ? പല രീതിയിലാണ് സാധ്യതകൾ. അതുകൊണ്ട് പക്ഷേ എപ്പോഴും മുൻകാലങ്ങളിൽ പ്രസിഡൻറ്റുമാർ വധിക്കപ്പെട്ടിട്ടുണ്ട്. പലപ്പോഴും വധിച്ചവരെ പിടിച്ചിട്ടുമുണ്ട്.
പക്ഷേ അവരുടെ പിന്നിൽ ആരെന്ന് യഥാർത്ഥത്തിൽ ഒരിക്കൽ പോലും കൃത്യമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഹൂ ഈസ് ദ അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി ബിഹൈൻഡ് എ പൊളിറ്റിക്കൽ അസാസിനേഷൻ? ഇതിനെ പൂർണ്ണമായി പൊളിറ്റിക്കൽ എന്ന് കരുതാനാവില്ല. ചാർലി കിർക്കിൻ്റെ അസാസിനേഷനെ പൊളിറ്റിക്കൽ എന്ന് കരുതാനാവില്ല. യൂത്ത യൂണിവേഴ്സിറ്റിയിൽ ഒരു പ്രഭാഷണ പരമ്പരയിൽ അല്ലെങ്കിൽ ഒരു ഔട്ട്റീച്ച് പ്രോഗ്രാം, അപ്പോൾ അതൊരു വലിയൊരു റാഡിക്കൽ ഒരു മൂവാണ്. യൂണിവേഴ്സിറ്റിയിൽ ഇദ്ദേഹത്തെ പോലെ ഒരാളെ കൊണ്ടുവരുന്നതും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേൾപ്പിക്കുന്നതുമൊക്കെ എതിർക്കുന്ന ഒരു വലിയ വിഭാഗം വിദ്യാർത്ഥികൾ ഉണ്ട്. പുരോഗമന ചിന്താഗതിക്കാരായ അല്ലെങ്കിൽ ഒരു മെൽറ്റിംഗ് പോട്ട് കൾച്ചറിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അതുപോലെ തന്നെ പിന്തുണയുമുണ്ട്. വൻപൻ ആയിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ വെച്ചാണ് ചാർലി കിർക്ക് വെടിയേറ്റ് മരിക്കുന്നത്. അതുകൊണ്ട് സംശയത്തിൻ്റെ മുന പലത്തിലേക്കും നീളുന്നു എന്നതാണ് ഇപ്പോഴത്തെ ഒരു നിഗമനം. എന്തായാലും ഒരു വംശപറിയുടെ ഒരു അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുണ്ടായത് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ അവിടെ മറ്റൊരു കലാപം, ഇപ്പം നമ്മൾ നേപ്പാൾ കലാപം കണ്ടുകൊണ്ടിരിക്കുന്ന അത്തരൊരു കലാപത്തിലേക്ക് പോകാനും സാധ്യതയില്ല. അമേരിക്ക ഹാസ് എ മെക്കാനിസം ടു അബ്സോർബ് ദ പ്ലൂറാലിറ്റി, അല്ലേ? മെൽറ്റിംഗ് പോട്ട് കൾച്ചർ എന്നാണ് അമേരിക്കയെക്കുറിച്ച് പറയുക. അപ്പോൾ അമേരിക്കയുടെ വൈവിധ്യങ്ങൾ, അമേരിക്ക ഈസ് നോട്ട് ബിൽറ്റ് ബൈ എ സിംഗിൾ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അമേരിക്ക, ദ മോഡേൺ അമേരിക്ക ദാറ്റ് വി സീ ടുഡേ, അത് നിർമ്മിച്ചത് പല സമയങ്ങളിലായി അമേരിക്കയിൽ എത്തിയിട്ടുള്ള പല വിഭാഗം ആളുകളുടെ സംയോജിതമായ പ്രവർത്തനമാണ്. അതുകൊണ്ട് അടിമത്തമുണ്ടായിരുന്നൊരു കാലമുണ്ട്. അടിമത്തത്തിൽ നിന്നും ജനം മോചിപ്പിക്കപ്പെട്ടു, വോട്ടിംഗ് റൈറ്റ് ഉണ്ടായി, സ്ത്രീകളുടെ അവകാശങ്ങളുണ്ടായി. ഇറ്റ് ഹാസ് ടേൺഡ് എ ഫുൾ സർക്കിൾ. അപ്പോൾ അമേരിക്കയ്ക്കുള്ളിൽ തന്നെ ഒരു ഫെഡറൽ മെക്കാനിസമുണ്ട്, നിയമവാഴ്ചയുണ്ട്, അമേരിക്കയുടെ ഡ്യൂ പ്രോസസ് ഓഫ് ലോ എന്ന സംവിധാനമുണ്ട്. ഇതെല്ലാം തന്നെ അമേരിക്കയുടെ പ്ലൂറാലിറ്റിയെ, വൈവിധ്യങ്ങളെ ശരിയായി അസിമുലേറ്റ് ചെയ്യുന്ന ഒന്നാണ്. അതുകൊണ്ട് ഒരു സിസ്റ്റം തകരാനുള്ള സാധ്യതയൊന്നും, അമേരിക്കൻ സിസ്റ്റം ഒന്നും അങ്ങനെ പെട്ടെന്ന് തകരില്ല. ഒരു നേപ്പാളിലൊക്കെ കാണുന്ന പോലെയുള്ള ചേഞ്ച്, അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ കാണുന്ന പോലെ ഒരു ചേഞ്ച് നമ്മൾ UK കണ്ടതാണ്. കുടിയേറ്റക്കാരുടെ, പ്രധാനമായും പാകിസ്ഥാൻ കുടിയേറ്റക്കാരുടെയൊക്കെ വലിയ പ്രക്ഷോഭങ്ങളും ഫ്രാൻസിൽ കണ്ടു, ഫ്രാൻസിലൊക്കെ നമ്മൾ കണ്ടത്. അതുപോലെ ഒന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. നമ്പേഴ്സ് ആർ നോട്ട് ഫേവറബിൾ. ബ്രിട്ടൻ്റെ ജനസംഖ്യയുടെ ഒരു വലിയ ഭാഗം കടന്നു വന്ന കുടിയേറ്റം, അപ്പോൾ എംപയറിൻ്റെ കാലത്ത് അവരുടെ ദ എംപയർ സ്ട്രൈക്സ് ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും മറ്റ് ബ്രിട്ടീഷ് എംപയർ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ പല കാലങ്ങളിലായി കടന്നു വന്നവർ, ഭാഗ്യാന്വേഷികൾ, ഈ അടുത്ത കാലത്തെത്തിയവർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ബ്രിട്ടൻ്റെ ഒരു ഡെമോഗ്രാഫിക് കോമ്പസിഷനെ മാറ്റിമറിച്ചു. ഫ്രാൻസിലും ഒക്കെ അത് തന്നെയാണ്. ഒരു പരിധിവരെ ബ്രെക്സിറ്റിൽ കലാശിച്ചതും ഈ ഒരു സിറിയൻ അഭയാർത്ഥികൾ, കുടിയേറ്റക്കാരുടെ ഒരു വലിയ കടന്നുവരവാണ്. അതുകൊണ്ട് ബ്രിട്ടനിൽ അതൊരു വലിയ വിഷയം തന്നെയാണ്. പക്ഷേ ശതമാനക്കണക്കിൽ ആ രീതിയിലുള്ള ശതമാനങ്ങളൊന്നും അമേരിക്കയിൽ ഇല്ല, കുടിയേറ്റ ജനതയുടെ ശതമാനങ്ങളില്ല. പക്ഷേ അമേരിക്കയുടെയും ഡെമോഗ്രാഫിക് ബാലൻസ്, ഒരു വൈറ്റ് മെജോറിറ്റി അമേരിക്ക എന്നതിൽ നിന്നും പതിയെ ആ സോഷ്യൽ ആൻഡ് കൾച്ചറൽ ടെക്സ്ചർ മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഒരു പരുവത്തിൽ, ഒരു പോയിന്റിൽ അത് അറസ്റ്റ് ചെയ്യണം, അത് തടഞ്ഞു നിർത്തണം എന്നൊരാഗ്രഹം വലിയ നമ്പർ അമേരിക്കക്കാർക്കുണ്ട്. അതുകൊണ്ടാണ് വൈ ട്രംപ് എന്ന് ചോദിച്ചാൽ ട്രംപിൻ്റെ ചരിത്രപരമായ ദൗത്യം ഇന്ത്യയുമായി വ്യാപാര യുദ്ധത്തിൽ ഏർപ്പെടുക എന്നതല്ല, മറിച്ച് മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പൊതുവെ പറയുമ്പോഴും അതിനൊരു മൾട്ടി കൾച്ചറിസത്തിൻ്റെ ഒരു തേരിലേറിയല്ല, മറിച്ച് ഒരു പെറോക്കിയൽ വൈറ്റ് അമേരിക്കൻ ഡോമിനൻസിനെ പൊളിറ്റിക്കലി പ്രയോജനപ്പെടുത്തി മൾട്ടി കൾച്ചറിസത്തെ ഒരു പരുവമായിട്ട് ഒരു നിയന്ത്രിച്ചു കൊണ്ടുവന്ന് ഒരു ബാലൻസിങ് ആക്ട്, ഇതാണ് ട്രംപിൻ്റെ നിയോഗം. ആ ഒരു നിയോഗം എത്രത്തോളം ഭംഗിയായി ട്രംപിന് ചെയ്യാനൊക്കുന്നു എന്നതാണ് ചോദ്യം. ഇപ്പോൾ ചാർലി കിർക്കിൻ്റെ ഈ ഒരു വെടിയുതിർത്തിട്ട് ഏകദേശം 48 മണിക്കൂറോളം ചിലപ്പോൾ ആകുന്നു. FBI അന്വേഷണം തുടരുന്നു. ഒരു വീഡിയോ ക്ലിപ്പ് പുറത്തു വന്നു, ഒരാൾ ചാടി പോകുന്നു. പക്ഷേ ഇത്രയും സംവിധാനങ്ങളും ഇത്രയും വികസന രാജ്യം എന്ന് പറയുമ്പോഴും നമുക്കറിയാം, നമുക്ക് നാട്ടിലൊക്കെ ഒരു കൊലപാതകം ഉണ്ടാകുമ്പോൾ CCTV ദൃശ്യങ്ങളിലും മിക്ക കൊലപാതകങ്ങൾ നമ്മൾ കണ്ടുപിടിക്കാറുണ്ട്. മറ്റ് കൊലയാളികളെയായാലും ഈ പറയുന്നോണുള്ള പ്രതികളെയൊക്കെ നമ്മൾ കണ്ടെത്താറുണ്ട്. പക്ഷേ ഇത്രയും വലിയ സിസ്റ്റം ഉണ്ടായിട്ടും അത് കണ്ടെത്തുന്നില്ല എന്നുള്ളത്, പ്രത്യേകിച്ച് ട്രംപിൻ്റെ വലം കൈ, അല്ലെങ്കിൽ ട്രംപിൻ്റെ ഒരു ഭക്തൻ എന്നൊക്കെ പറയുമ്പോൾ അത്രത്തോളം ട്രംപ് വൈകാരികമായിട്ടാണ് ഈ കാര്യത്തിൽ അദ്ദേഹം പലതും അറിയിച്ചിരിക്കുന്നത്. അപ്പം എന്നിട്ടും കണ്ടെത്തുന്നില്ല എന്നുള്ളത് എവിടെയാണ് വീഴ്ച വരുന്നത്, അതോ വീഴ്ച വരുത്തുന്നതാണ്? ലോകത്തെ ഏറ്റവും വലിയ അന്വേഷണ ഏജൻസികളിലൊന്നാണ് FBI, അതുപോലെ വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് CIA. അപ്പോൾ ഇൻറ്റേർണൽ ഇൻ്റലിജൻസ് സംവിധാനങ്ങൾ അതിശക്തമാണ് അമേരിക്കയ്ക്കുള്ളിൽ, വിദേശത്തും ശക്തമാണ്. അമേരിക്കൻ ചാരക്കണ്ണുകളെ വെട്ടിച്ചൊന്നും ഒരീച്ച പോലും പറക്കില്ല ഈ ലോകത്ത്. അത്രയും സുരക്ഷിതമായ ഒരിടത്ത്
അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അറിയാതെ ഒരു കാര്യം നടക്കും എന്ന് കരുതാനാവുമോ? അതാണ് ചോദ്യം. അത് ഒരുപക്ഷെ ഇസ്രയേലി വിമാനങ്ങൾ ഈ ഖത്തറിൽ ബോംബ് ചെയ്യുന്നത് അമേരിക്ക അറിയിച്ചാലും ഇല്ലെങ്കിലും അമേരിക്കയുടെ ചാരക്കണ്ണുകൾ പിടിച്ചെടുക്കാതിരിക്കുമോ? അമേരിക്കയുടെ ഏറിയൽ സർവൈലൻസ് സംവിധാനങ്ങൾ പിടിച്ചെടുക്കാതിരിക്കുമോ? ഇവിടെ ഒരു വെടിയുതിർക്കപ്പെടാനുള്ള സാധ്യത പൂർണ്ണമായി അമേരിക്കയ്ക്ക് അറിയാമല്ലോ, രഹസ്യാന്വേഷണ സംവിധാനത്തിന് അറിയാമല്ലോ. തീർച്ചയായും സർവൈലൻസ് സംവിധാനങ്ങളുണ്ട്. ഇതാരാണ് ചെയ്തത് എന്നറിയുന്നതിന് ഇപ്പോൾ നമ്മൾ മാധ്യമങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നൊരു ഹൈപ്പുണ്ട്. അതായത് ഒരാളിങ്ങനെ വെടിയുതിർക്കുന്നു, ഒരു ബഹുനില കെട്ടിടത്തിന് മുകളിൽ നിന്ന് വെടിയുതിർക്കുന്നു. യാതൊരുവിധ സുരക്ഷാ സംവിധാനങ്ങളുമില്ല. ഒരുപക്ഷെ ചാർലി കിർക്കിന് ഈ ഒരു യൂണിവേഴ്സിറ്റിയാണത്. അതെ, കടക്കുന്നതിന് മുമ്പ് തന്നെ വിരോധങ്ങൾ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ വരുന്നതിനോട് അതൃപ്തിയുള്ളവരുണ്ടായിരുന്നു. എന്നിട്ട് സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെയാണ് അത്തരത്തിലൊരു പ്രഭാഷണം. അങ്ങനെയെങ്കിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെ ഒരാളെ, ഇതുപോലെ വിവിധ വിഭാഗങ്ങൾ എതിർക്കുന്ന ഒരാളെ അൺലീഷ് ചെയ്യുമ്പോൾ അതിന് പിന്നിലൊരു ഗൂഢ ലക്ഷ്യമില്ലേ, ഒരു സ്ഥാപിത താല്പര്യമില്ലേ? ആ രീതിയിലാണ് അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ചാർലി കിർക്ക് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്വീകാര്യമായ കാര്യമാണ്. പക്ഷേ അദ്ദേഹം വധിക്കപ്പെട്ടാൽ അതിനേക്കാൾ വലിയ സ്വീകാര്യത തങ്ങൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ആശയങ്ങൾക്കുണ്ടാകും എന്ന ഒരു ചിന്ത. അതുകൊണ്ടാണ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വമായി നടത്തി എന്നല്ല. ഇതിപ്പം ഇന്ത്യയുടെ സൈനികർ കാശ്മീരിൽ 45-50 സൈനികരുടെ മരണത്തിന് ഇടയാക്കിയ ഒരു സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് വളരെയധികം ഡിബേറ്റ് ചെയ്യപ്പെട്ടു, അല്ലേ? അപ്പോൾ ആ ഒരു സുരക്ഷാ വീഴ്ച സംഭവിക്കേണ്ടത് ചിലരുടെ ആവശ്യമാണ് എന്ന രീതിയിൽ നിഗമനങ്ങൾ അന്നുണ്ടായല്ലോ. അങ്ങനെ അതൊരു ഹൈപ്പോത്തറ്റിക്കൽ തിയറി മാത്രമാണ്. മനഃപൂർവ്വമായി ആരെയും കുരുതി കൊടുക്കില്ല. പക്ഷേ സംഭവിക്കുന്നു എങ്കിൽ സംഭവിക്കട്ടെ, അതിൻ്റെ നേട്ടം ഞങ്ങൾ എടുത്തുകൊള്ളാം എന്ന ഒരു ചിന്ത. ഇതൊരു ഒരു ഗൂഢചിന്തയാണ്. അങ്ങനെ ഒരു ചിന്തയാണോ ചാർലി കിർക്കിൻ്റെ ഈ വധത്തിന് പിന്നിൽ പ്രവർത്തിച്ചത്? അങ്ങനെയെങ്കിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ദി കറൻറ്റ് അമേരിക്കൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് ദ ഡീപ് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് വിൽ നെവർ try to find out the real culprits. സർ പറഞ്ഞതുപോലെ ഓരോ രാജ്യങ്ങൾക്കും ഓരോ പൊളിറ്റിക്കൽ തന്ത്രങ്ങളുണ്ട്. നമ്മുടെ രാജ്യത്തിൻ്റെതായ പൊളിറ്റിക്കൽ തന്ത്രമുണ്ട്. പക്ഷേ ഈ ആശയങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്നവർ തന്നെ ആശയത്തിന് വെട്ടി വീഴ്ത്തുന്ന ഒരു തന്ത്രം ഇതിനു മുന്നേയും അമേരിക്ക പിന്തുടർന്നിട്ടുണ്ട് എന്നുള്ളതല്ലേ? തീർച്ചയായും അമേരിക്കയെ വളരെ ഈ സുതാര്യ രാജ്യമായി ലോകം കാണുമ്പോഴും നിഗൂഢതകളുടെ വലിയൊരു കലവറ തന്നെയാണ് അമേരിക്ക. പ്രത്യേകിച്ച് ആരാണ് ഹൂ ഈസ് കോളിംഗ് ഷോട്ട്സ് എന്ന് പറഞ്ഞാൽ മറഞ്ഞിരുന്നു കൊണ്ട് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം. നമ്മളതിനെ ഒരു സാമാന്യ ഭാഷയിൽ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയാം. പക്ഷേ ഡീപ്പ് സ്റ്റേറ്റിനും പുറത്ത് യഥാർത്ഥത്തിൽ ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കുന്നതിന് വേണ്ടിയുള്ള ചില വ്യാപാര ശക്തികളുടെ, കമ്പോള ശക്തികളുടെ ചില ഗൂഢ താല്പര്യങ്ങൾ അത് നിയന്ത്രിക്കുന്ന ഒരു ഇല്ലുമിനാറ്റി ഉണ്ട് എന്ന് ചിലരെങ്കിലും കരുതുന്നു. ആർക്കും ഇന്നേ വരെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇങ്ങനെ ഒരു ഇല്ലുമിനാറ്റിയുടെ സ്വാധീനം. അതിലാരാണ് അംഗങ്ങൾ, അവരുടെ പ്രവർത്തനം എന്താണ്? തീർച്ചയായും ഇവരൊന്നും അണ്ടർഗ്രൗണ്ട് ഓപ്പറേറ്റേഴ്സ് അല്ല, അധോലോക സംഘങ്ങളല്ല. ഇവരൊക്കെ രാജ്യത്തിൻ്റെ ഭാഗതയും നിർണ്ണയിക്കുന്ന സാംസ്കാരിക നേതാക്കളോ രാഷ്ട്രീയ നേതാക്കളോ ഉന്നത സ്ഥാനീയരോ ഒക്കെ തന്നെയാണ്. പക്ഷേ അവരുടെ ഇൻട്രസ്റ്റ് കൺവേർജ് ചെയ്യുന്നു. അങ്ങനെ അമേരിക്ക മാറി ചിന്തിക്കുമ്പോൾ അമേരിക്കയുടെ ഒരു ടെക്സ്ചർ, സോഷ്യോ കൾച്ചറൽ ടെക്സ്ചർ മാറുമ്പോൾ അതിൽ നിന്ന് നേട്ടം കൊയ്യാനായി ശ്രമിക്കുന്ന ചിലരെങ്കിലും ഉണ്ടാകും. ഇദ്ദേഹത്തിന് കിർക്കിന് 31 വയസ്സ് മാത്രമേ ഉള്ളൂ. കേവലം 31 വയസ്സുള്ള ഒരാൾക്ക് സ്വാധീനിക്കാനാവുന്നതിന് ലിമിറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ പറയും. പക്ഷേ ഭാവി അമേരിക്കൻ പ്രസിഡന്റ് വരെ ആകാൻ സാധ്യതയുള്ള ഒരാളാണ് മുളയിലെ ഞുള്ളിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വധത്തിന് പല അർത്ഥങ്ങൾ കാണേണ്ടതുണ്ട്. അല്ലാതെ ഒരു ട്രംപ് അനുകൂലി വധിക്കപ്പെട്ടു, അതുകൊണ്ട് ആ വധിച്ചത് ഇന്ന വിഭാഗക്കാരായിരിക്കും എന്ന് മുൻകൂട്ടി നിഗമനങ്ങളിലെത്താനുള്ള സമയമായിട്ടില്ല. ഏതായാലും ട്രംപ് അനുകൂലികൾ ആകാനും സാധ്യതയില്ല. കാരണം ഇത്രയും മണിക്കൂറുകൾ കഴിഞ്ഞ് FBI പോലുള്ള ഏജൻസി അന്വേഷണം തുടങ്ങിയിട്ടും തുമ്പ് പോലും കിട്ടുന്നില്ല എന്നുള്ളത് അവിടെ ഇവിടെ വീഡിയോ ക്ലിപ്പുകൾ പുറത്തുവിടുന്നു എന്നല്ലാതെ. ഇവിടെയാണ് ഇൻട്രസ്റ്റ്, ഹൂസ് ഇൻട്രസ്റ്റ് ഈസ് റെപ്രസെൻറ്റഡ് ഹിയർ. ആരുടെ താല്പര്യം? ആത്യന്തികമായി ഒരു ഭരണകൂടത്തിന് അതിൻ്റെ ഏജൻസികളെ ഉപയോഗിക്കാൻ കഴിയുന്നില്ല എങ്കിൽ കാശിയിൽ പോയി ധ്യാനത്തിലിരിക്കുക എന്ന് പറയാമെന്നല്ലാതെ, ഇപ്പം ട്രംപിന് ഇത് കഴിയുന്നില്ല എങ്കിൽ
മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറഞ്ഞാൽ നോക്കൂ, ഗൺ ലോ നോക്കൂ, ഇതിനകത്തൊരു വലിയ ആഭ്യന്തര വൈരുദ്ധ്യമില്ലേ? എന്തിനു വേണ്ടിയാണ് ട്രംപ് നിൽക്കുന്നത്? ദ ഫ്രീഡം ഓഫ് ദ പീപ്പിൾ ടു യൂസ് ഗൺസ് ആൻഡ് ഡിഫെൻഡ് ദംസെൽസ്. പിസ്റ്റലോ റൈഫിളോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് സ്വകാര്യമായി ഒരു ആയുധങ്ങൾ കൈവശം വെച്ചുകൊണ്ട് തങ്ങളുടെ സുരക്ഷ, അതുകൊണ്ട് അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന് ഏത് പരിധിവരെ വേണേലും പോകാൻ കഴിയുന്ന ഒരു രീതി. അതിനുവേണ്ടി തീർച്ചയായിട്ടും നമ്മളും ഇടകാലങ്ങളിലൊക്കെ കണ്ടതാണ്. എത്ര സ്കൂളുകളിൽ തന്നെ ഗൺ ഫയർ ഉണ്ട്, ആർക്കും ഗൺ ഫയർ ചെയ്യാം എന്നുള്ള രീതിയിലേക്ക് അമേരിക്കയിൽ എത്തി. ഇദ്ദേഹവും അതിനുവേണ്ടി നിൽക്കുന്നയാളാണ്. ഈ പറയുന്ന ചാർലി കിർക്ക് നിലകൊള്ളുന്നതും തോക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയാണ് ട്രംപ് നിലകൊള്ളുന്നതും. പക്ഷേ ട്രംപിൻ്റെ മൂക്കിനടുത്തൂടെ ചെവി ചെറിയ പരിക്കേൽപ്പിച്ചുകൊണ്ട് ബുള്ളറ്റ് കടന്നുപോയി. ഇദ്ദേഹത്തിൻ്റെ കിർക്കിൻ്റെ തൊണ്ടയിൽ തന്നെ അത് കൊണ്ടു കഴുത്തിന് വെട്ടിയേൽക്കുകയാണ്. ആ നിമിഷം തന്നെ അദ്ദേഹം പിടഞ്ഞു മരിക്കുകയാണ്. അതുകൊണ്ട് ഇത് ട്രംപിനും സംഭവിക്കാമായിരുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ അവിടെ ഇത് ട്രംപിൻ്റെ താല്പര്യം എന്ന് പറയാനാവില്ല. ട്രംപ് റെപ്രസെൻ്റ് ചെയ്യുന്ന താല്പര്യങ്ങൾ ഉള്ള ചില ആളുകൾ, അവർക്ക് ട്രംപെന്നോ കിർക്കെന്നോ ഒന്നുമില്ല, അവരുടെ താല്പര്യങ്ങളാണ് പ്രധാനം. അതുകൊണ്ടാണ് വ്യക്തികളല്ല ഇവിടെ പ്രധാനം, താല്പര്യങ്ങളാണ്. വാട്ട് ആർ ദേ എയിമിങ് അറ്റ്? ഇത് വളരെ പ്രധാനപ്പെട്ടൊരു പക്ഷേ ശ്രീലങ്കയിലൊക്കെ കണ്ടതുപോലുള്ള നമ്മൾ ഈ പറയുന്ന മാവോയിസ്റ്റുകൾ, ഇങ്ങനെയുള്ള കുറേ അണ്ടർഗ്രൗണ്ട് ചില സംഘടനകൾ അമേരിക്കയിലും കാണുമായിരിക്കും, ചില ആശയങ്ങളോട് വിരുദ്ധ മനോഭാവമുള്ള. ഇത് സംഘടനകളാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ സംഘടനകൾ എപ്പോഴും ആരോപണങ്ങൾ അല്ലെങ്കിൽ സംശയത്തിൻ്റെ മുനകൾ നീളുന്നത് സംഘടനകളിലേക്കാണ്. സ്വാഭാവികം, ഞാൻ പറഞ്ഞല്ലോ, ഈ ഖൂ ക്ലക്സ് ക്ലാൻ എന്നൊരു സംഘടനയുണ്ട്. അത് കറുത്ത വർഗ്ഗക്കാരായ ആളുകൾക്ക് എതിരെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ അവരെ വലിയ രീതിയിലുള്ള അവരെ ഉപദ്രവിക്കുന്നു, കടന്നു വരുന്ന ആളുകളെ അല്ലെങ്കിൽ കുടിയേറ്റക്കാരെന്ന് തോന്നുന്ന ആളുകളെ ഉപദ്രവിക്കുന്നു. മറ്റ് ചില രാജ്യങ്ങൾ ഡോട്ട് ബസ്റ്റേഴ്സ്, അതായത് ഈ പൊട്ടു പോകുന്നവർ ഇന്ത്യക്കാരാണ്, അവരെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള പല സംഘടനകളുമുണ്ട്. ഈ സംഘടനകളിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയും, സംശയമുള്ള സംഘടനകളിലേക്ക് എത്തിച്ചേരാൻ കഴിയും. പക്ഷേ ഇവിടെ ചില വ്യക്തികളെ എടുക്കുക, അവർ ചെയ്യുന്നത് ആർക്ക് വേണ്ടി ആണ് എന്ന് പോലും അറിയാത്ത രീതിയിൽ, ഇൻഡിവിജ്വൽ നോട്ട് ഗ്രൂപ്പ്സ്, it is likely to be done by an individual, not by a group. Either indoctrinated individual or self-motivated individual or an individual who is doing it without knowing what exactly he is doing. എന്താണ് ചെയ്യുന്നതെന്നും ആർക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്നും അറിയാതെ പലപ്പോഴും നടത്തുന്ന കൊലപാതകങ്ങളാണ്. അതുകൊണ്ട് ഒരിക്കലും തെളിയില്ല താൻ ആർക്ക് വേണ്ടിയാണ് കൊല ചെയ്തത് എന്ന് ഈ പറയുന്ന ആളിനെ പിടിക്കും. ഇന്നല്ലെങ്കിൽ നാളെ പിടികൂടും. പക്ഷേ സാർ നേരത്തെ പറഞ്ഞ പോലെ ഇല്ലുമിനാറ്റി അല്ലേ, നമ്മൾ മസ്കിനെയും ട്രംപിനെയൊക്കെ കാണുന്ന ഒരു കാര്യത്തിലാണ് പല വിവാദങ്ങളും അത്തരത്തിൽ വന്നത്. മസ്കൊക്കെ അന്യഗ്രഹ ജീവിയാണെന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പുടിന്റെ കാര്യത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പല ഈ പറയുന്നോണം പ്രധാനപ്പെട്ട രാജ്യത്തിന്റെ തലവന്മാർക്കൊക്കെ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഇല്ലുമിനാറ്റി എവിടെയൊക്കെയോ ഉണ്ട്. രാഷ്ട്ര തലവന്മാരല്ല ഇവിടെ വിഷയം. ഇവിടെ അവരെ നിയന്ത്രിക്കുന്ന പവർ ഈസ് ഇമ്പോർട്ടൻറ്റ്. But those who control the centers of power are the most influential. അപ്പോൾ ഇൻഫ്ലുവൻസ് ആണ്, അവരുടെ താല്പര്യങ്ങളാണ്. ആ താല്പര്യ സംരക്ഷണം നമുക്കറിയില്ല ആരുടെ താല്പര്യമാണ് സംരക്ഷിക്കപ്പെടുക എന്നത്. ബിസിനസ് താല്പര്യങ്ങളാകാം. ട്രംപിന്റെ ഈ മണിക്കൂറുകൾ മാറിയുള്ള സംസാരങ്ങളും ചേഞ്ചസും ഒക്കെ ഒരുപക്ഷെ സ്വബോധമുള്ള ഒരാളും ചെയ്യില്ലല്ലോ. റഷ്യ ഒരുപക്ഷെ ചെയ്യാൻ സാധ്യത കുറവാണ്. കാരണം അതുകൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകുന്ന, ഈ കൊലപാതകം കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകുന്ന ട്രംപിന് തന്നെയല്ലേ ആത്യന്തികമായി. അതുകൊണ്ട് റഷ്യ അത് ചെയ്യുമോ എന്നത് മറ്റൊരു ചോദ്യമാണ്. പക്ഷേ ഇത് പലപ്പോഴും അണ്ടർഹാൻഡ് ഡീൽസ് ഉണ്ടാകാം. ഇതൊക്കെ ഈ സംവിധാനം ഇങ്ങനെ പോകേണ്ടത് ഒരുപക്ഷെ പുടിൻ്റെയും ട്രംപിൻ്റെയും സംയുക്തമായ ആഗ്രഹമാണെങ്കിലോ അങ്ങനെയും വരാം. അപ്പോൾ ഇതൊക്കെ പൊട്ടനാട്ടം കാണുക എന്നൊരു ഒരു പദപ്രയോഗം, ഒരു ഫ്രേസ് ഉണ്ട്. പലപ്പോഴും ഈ യഥാർത്ഥ പ്രോസസ്സ് ഒരിക്കലും നമുക്ക് അവിടേക്ക് എത്തിച്ചേരാനാവില്ല. ആക്രമണം ഉണ്ടാകുന്ന ഉടനെ ട്രംപിൻ്റെ ഒരു വലം കൈ നഷ്ടപ്പെടുന്നു എന്നുള്ള രീതിയിലൊക്കെ വരുമ്പോൾ വായിച്ചെടുക്കുമ്പോൾ പല രീതിയിലൊക്കെ വേണമെങ്കിൽ വർണ്ണിച്ചേക്കും, എങ്ങനെ വേണമെങ്കിലും അതിനെ വ്യാഖ്യാനിക്കാം. കാരണം പലർക്കും അവർക്ക് അനുകൂലമാകുന്ന രീതിയിൽ, എപ്പോഴും നമ്മുടെ വാർത്ത വരുമ്പോൾ തങ്ങൾക്ക് അനുകൂലമാകുന്ന രീതിയിൽ ആ വാർത്തയെ വ്യാഖ്യാനിച്ചെടുക്കാനൊരു കഴിവ് ഈ വിശകലനക്കാർക്കുണ്ട്. അതുകൊണ്ട് ഇതൊന്നും പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നും ഇല്ലാതെ ഇതിനെ വിശകലനം ചെയ്യുമ്പോൾ അതിനകത്താണ് പറയുന്നത് ദുഗൂഢ താല്പര്യങ്ങൾ ഉണ്ടെങ്കിൽ അവരായിരിക്കണം അതിന് പിന്നിൽ എന്നതൊരു ഇൻഡിപെൻഡൻറ്റ് നിഗമനമാണ്.
ഏതായാലും നമ്മുടെ ചർച്ചയിൽ ഒരു വിശകലനം ചെയ്യുമ്പോൾ തന്നെ ഇലുമിനാറ്റി എന്ന ഒരു വിഷയം കൂടെ വരുന്നുണ്ട്. ഇലുമിനാറ്റി എന്ന് തെളിയിക്കപ്പെട്ടിട്ടൊരു ആശയമല്ല, അതൊരു ആശയമാണ്. അങ്ങനെ ഒരു വ്യക്തി, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, 10-12 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പ്, അതിനെ അങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം, അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അതെ. ഏതായാലും അമേരിക്ക എന്ന് പറയുമ്പോൾ എപ്പോഴും നിഗൂഢതകളുടെ പല രഹസ്യങ്ങളും ഉള്ള ഒരു കലവറ തന്നെയാണ്. അത് ചുരുളഴിക്കാതെ കിടക്കുന്ന പല കൊലപാതകങ്ങളും ഇപ്പോഴും ഉണ്ട്. അതേപോലെ തന്നെ ചാർലി കിർക്കും ആകുമോ എന്നുള്ളത് നമുക്ക് കണ്ടിരിക്കാം.